റോജി എം ജോണുമല്ലേ ചേരുന്നു. റോജി എം ജോൺ, ഇവിടെ ഇത് അത്ഭുതകരമാണ് എന്ന് പറഞ്ഞാൽ മിടുക്കിയായ ഒരു പെൺകുട്ടിയെ വാഹനം ഇടിച്ചിടുന്നു. ആ കുട്ടി 4 പേർക്ക് ജീവൻ നൽകിക്കൊണ്ട് അവസാന യാത്രയ്ക്ക് ഒരുങ്ങുന്നു. വാഹനം പിടിച്ചെടുത്തത് തന്നെ വൈകി. അതിനുശേഷം വാഹനത്തിന്റെ നമ്പർ അറിയാം, ഓടിച്ച ആരാന്നറിയാം, അയാൾ പോലീസ് സ്റ്റേഷനിലേക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതെങ്ങനെയാണ് ശരിയാവുക സിറോജി? അല്ല, ഇക്കാര്യത്തില് പോലീസ് അടിയന്തരമായിട്ട് ഇതിലെ പ്രതികളെ, കുറ്റക്കാരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതാണ്. വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായത്. ഇത് CCTV ദൃശ്യങ്ങൾ ഉപയോഗിച്ചാണ് വാഹനം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും അതിന് ആളാരാണെന്നുള്ളത് പോലീസിന് മനസ്സിലായിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്കൊക്കെ അറിയാൻ കഴിയുന്നത്. ഈ വാഹനം ഓടിച്ചിരുന്ന ആളുകൾ അല്ലെങ്കിൽ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയാണെന്നതിനെ സംബന്ധിച്ചിട്ടുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസിനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ഇതുവരെ അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് പോലീസ് എത്രയും വേഗം അവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ ഹാജരാക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആവശ്യം. കുട്ടികൾ സ്വാഭാവികമായും കുട്ടികളുടെ പ്രതിഷേധമാണ് അതിൽ വരുന്നത്. അത് എത്രയും വേഗം പോലീസ് ഈ കുട്ടി എല്ലാവർക്കും പ്രിയങ്കരാണെങ്കിൽ കൂടിയും ഈ കുട്ടി ബാക്കി കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹവഴിയാണ്, അത്രയും ക്ലാസ്സിൽ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഇറങ്ങി നിൽക്കുന്ന കുട്ടിയാണ്. രാത്രി ഡൊമിനേഴ്സിൽ പോയി കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് ആ പണം ഉപയോഗിച്ചുകൊണ്ട് പകൽ പഠിക്കുന്ന കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മാതൃകാ കുഞ്ഞാണത്, അല്ല ഒരു മാതൃകാ കുട്ടിയാണ്. ആ കുട്ടിയെ ഇടിച്ചിട്ടിട്ട് അതിന്റെ സഹപ്രവർത്തകർക്ക് ഇന്ന് അതിന്റെ സംസ്കാരം നടക്കുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കേണ്ടി വരിക പ്രതിയെ പിടിക്കുന്നു പറഞ്ഞുകൊണ്ട്. കഷ്ടമല്ലേ? വളരെ വളരെ കഷ്ടമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ കുട്ടി എല്ലാവർക്കും വളരെ പ്രിയങ്കരിയായിരുന്നു. ഞാനിന്ന് അവിടെ കോളേജിൽ ആ കുട്ടിയുടെ മൃതദേഹം കൊണ്ടുവന്നപ്പോൾ ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ സഹപാഠികളൊക്കെ കരയുന്നത് കണ്ടപ്പോൾ നമ്മുടെയൊക്കെ കരളലിയിക്കുന്ന കാഴ്ചയാണ്. കാരണം അത്രയധികമായിട്ട് ആ കുട്ടി അത്രയധികമായി ആളുകളുമായിട്ട്, പ്രത്യേകിച്ച് മറ്റു വിദ്യാർത്ഥികളുമൊക്കെ ആയിട്ട് അവർക്ക് അടുപ്പമുണ്ടായിരുന്നു. അവരുടെ ഒരു ഹൃദയബന്ധമൊക്കെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നമ്മൾ അവരുടെ ഒരു വേദനാജനകമായിട്ടുള്ള അവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലായത്. അപ്പോൾ ആ കേസിൽ പോലീസ് വളരെ ഗൗരവമായിട്ട് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചു. നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് പിന്നെ ഇത്തരം സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത പോലീസൊന്നും അല്ലല്ലോ. ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം. അതിനകത്ത് യാതൊരു തരത്തിലുമുള്ള അമാന്തം ഉണ്ടാവാൻ പാടില്ല. അതില് പോലീസ് കുറെ കൂടി ഉത്തരവാദിത്തത്തോടു കൂടി ഇടപെടലുകൾ നടത്തി അന്വേഷണം നടത്തി ഇവരെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യമാണ്. അത് ആ ആവശ്യം തന്നെയാണ് കുട്ടികൾ അവിടെ ഉന്നയിക്കുന്നത്. കുട്ടികളുടെ ആവശ്യം വളരെ ന്യായമായിട്ടുള്ളത് തന്നെയാണ്. താങ്ക് യു ശ്രീ റോജി എം ജോൺ. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും പ്രതിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടുന്ന് പോയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ പ്രതിനെ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഉറപ്പ്. അപ്പോൾ ആ ഒരു ഉറപ്പിന്റെ പുറത്ത് ഇവർ പറഞ്ഞതനുസരിച്ച് ശാസ്ത്രീയ അവയവങ്ങളെല്ലാം ദാനം ചെയ്ത് പോയൊരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് 100% എന്തായാലും ഇവർ കൂടി ഉണ്ടാവും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രതിയുടെ ഫോട്ടോയും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രതിയെ എത്രയും പെട്ടെന്ന് പിടിക്കുമെന്നാണ് സാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ജാസ്ലിയയുടെ അവസാനത്തെ കർമ്മങ്ങളിലേക്ക് പോവാണ്. 3 ദിവസം അത് ആരായിരുന്നു വണ്ടി ഓടിച്ചത് എന്നുള്ളത് ഇവർക്കൊന്ന് ക്ലാരിഫൈ ചെയ്യണമായിരുന്നു. അതല്ലെങ്കിൽ ആ കേസിന് ബലം കിട്ടാത്ത ഒരു അവസ്ഥ വരും. അതുകൊണ്ട് മാത്രമാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അപ്പോളോ അഡ്ലക്സിന്റെ അവിടെ നിന്ന് ഇറങ്ങണ ഒരു വിഷ്വല് അവരുടെ കയ്യിലുണ്ട്, ആരാണ് ഡ്രൈവ് ചെയ്തതെന്നുള്ളതും. അപ്പോൾ അത് വെച്ചിട്ട് പ്രതിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യും. ഞങ്ങൾ എന്തായാലും ജാസ്ലിയുടെ ഇതിന് പോട്ടെ. ഇനി ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടി അല്ല അവളേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തായാലും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ വരും ഇവിടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.